അന്നത്തെ കാലത്ത് എനിക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എനിക്കോട് അമ്മയൊക്കെ പറയുന്നുണ്ടായിരിക്കും. ഒന്നുകിൽ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിൽ, ബാങ്കിൽ അങ്ങനെയൊക്കെ ഈ പറയുന്ന ഒരു സോ കോൾഡ് ഗവൺമെൻറ് ജോബ് അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ടായിരിക്കാം മേ ബി. എനിക്കിപ്പോഴും അറിയത്തില്ല അന്ന് ഞാൻ ഈ ബാങ്കിൽ ഇത്രമാത്രം ബാങ്കിനോട് ഇത്രമാത്രം എന്താണെന്ന് അറിയത്തില്ല. പൈസ ഒരുപാട് എണ്ണുകയും അതൊക്കെ അതൊക്കെ ആയിരിക്കാം മേ ബി. ലൈക്ക് ഓരോ ഈ പൈസകളൊക്കെ ഇങ്ങനെ എണ്ണി എനിക്ക് തോന്നുന്നു അന്നത്തെ ഈ പൊട്ടയായ ചിന്തയായിരിക്കും മാനേജർ വഴിയാണ് ഇത്രയും പൈസകളൊക്കെ പോകുന്നത്, അപ്പോൾ ഡെയിലി ഇത്രയും പൈസ ഒക്കെ കാണാമല്ലോ എന്നൊക്കെ ഉള്ള ഒരു പൊട്ട ചിന്തയായിരിക്കാം മേ ബി. പക്ഷെ അത് ഒരു കണക്കിന് ആകാത്തത് നന്നായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്കിന്ന് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു മാനേജർ ബാങ്കിൻ്റെ ഒരു ഭയങ്കര സംഭവമായിട്ട് എന്തെങ്കിലും ഒരു വളരെ ആ തരത്തിൽ പ്രശസ്തിയായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലല്ലേ നിങ്ങൾ ഇൻ്റർവ്യൂ ഉള്ളൂ. അപ്പോൾ ഒരു ആക്ട്രസ് ആയിട്ട് ഇരുന്ന് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. പട്ടണത്തിൽ സുന്ദരനുള്ള ക്യാരക്ടറില്ലേ, അത് ശരിക്കും സോന നായർ ഒരുപാട് അകലെയാണോ അടുത്താണോ? അകലെയാണ്. ആ ക്യാരക്ടറേ അകലെയാണ്. കാരണം എന്ന് വെച്ചാൽ പൊതുവേ ഞാൻ സുന്ദരൻ എന്ന് വെച്ചൊരു മൂവി എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ എൻ്റെ അടുത്ത് ഞാൻ വെരി ഫസ്റ്റ് എൻ്റെ ലൈഫ് ടൈമിൽ ഇൻഡസ്ട്രിയിൽ വെരി ഫസ്റ്റ് കോമഡി, അതായത് ഒരു സോ കോൾഡ് ഒരു കോമഡി ട്രാക്ക് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു കാൽവയ്പ്പും കൈവയ്പ്പും ഒക്കെ ആണ് അതില്. പക്ഷെ ആ കഥാപാത്രം കോമഡിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. ആ കഥാപാത്രം ബേസിക്കലി അങ്ങനെയാണ്. അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റിലൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെ ആ ഒരു കഥാപാത്രത്തെ ഞാൻ എൻ്റെ ചുറ്റിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ബട്ട് അങ്ങനെ ഉണ്ട്. പക്ഷേ ഈ കുറേ നാട്ടും പ്രദേശത്തൊക്കെ ഉള്ള അങ്ങനെ ശരിക്കും ഒരു നാട്ടും പ്രദേശമാണല്ലോ ആ സിനിമ മൊത്തവും. അപ്പം അവിടെയൊക്കെ അങ്ങനെ ആയിരിക്കാം മേ ബി. അങ്ങനെയൊക്കെ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാതെ സൗന്ദര്യത്തിന് മാത്രം സൗന്ദര്യമാണ് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട് എന്ന് വിചാരിക്കുന്ന അത്തരത്തിലുള്ള ചിന്താഗതികളുള്ള സ്ത്രീകളൊക്കെ ഉണ്ടാവാമല്ലോ. അങ്ങനെ ഒരു സ്ത്രീ. പക്ഷെ ഞാനൊരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അല്ല. എപ്പോഴും ഇങ്ങനെ സൗന്ദര്യവും ഇങ്ങനെയൊക്കെ ഉള്ള ചെയ്തിരിക്കുന്ന അങ്ങനെ അല്ല. പക്ഷെ അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. എങ്ങനെ ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഒരു പ്രത്യേക ടോണിലൊക്കെ പാടില്ല. അയ്യോ, അത് പാടിയിട്ട് ദിലീപേട്ടൻ ഭയങ്കര ചിരിയായിരുന്നു ടേക്ക് ടൈമിൽ. അത് കാരണം എനിക്ക് 3-4 പ്രാവശ്യം ആ ടേക്ക് പോവേണ്ടി വന്നത്. ആക്ച്വലി വെരി ഫസ്റ്റ് ടേക്ക് ഓക്കെയാണ്. പക്ഷേ ഈ സജഷൻ ഷോട്ട് എടുക്കുമ്പോഴത്തേക്ക് പുള്ളി ചിരിക്കുന്ന ഒരവസ്ഥ കാണാൻ പറ്റും. കാരണം പുള്ളി അങ്ങനെ ചിരിക്കുകയല്ല അതിനകത്ത് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ചേട്ടത്ത് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ചെയ്യുന്നത്. പക്ഷെ ചിരിയുടെ ആ ഒരു ഈ ചീക്സൊക്കെ ഇങ്ങനെ പുള്ളിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. ഞാനങ്ങനെ എന്തൊക്കെയോ മതിമറന്ന് ആ ഒരു ചുറ്റുപാടെ മറന്നങ്ങ് അഭിനയിക്കായിരുന്നു. ആ പാട്ടൊക്കെ വേറെ ലെവലിലൊക്കെയാണ് പാടി തീർത്തത്. അപ്പം അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട് ഈ പാട്ട് പാടി കഴിഞ്ഞിട്ട്, ആ ഭാര്യ ഈ ഭാര്യയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് ഇപ്പോഴും ആൾക്കാര് പട്ടണത്തിൽ സുന്ദരനിലെ കുറേ എൻ്റെ പോർഷൻസ് ഒക്കെ ഒരുപാട് കുട്ടികൾ റീൽസ് ചെയ്തിട്ട് എനിക്ക് ടാഗ് ചെയ്യാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതൊരു ഭയങ്കര ഭാഗ്യമല്ലേ. നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എവിടെയോ ഏതോ ഒരു ഇടത്തിൽ അട്രാക്റ്റഡ് ആവുന്നുണ്ടായിരിക്കുമല്ലോ അത്തരം റീൽസുകളൊക്കെ വരുന്നത്. ഒരുപാട് പേര് ആ റീൽസ് ആ പാട്ട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ കല്യാണത്തിന് പോകാൻ ഒരുങ്ങുമ്പോൾ അതൊക്കെ എന്നേന്ന് മനോഹരമായിട്ടാണ് കുട്ടികൾ ചെയ്ത് അയച്ചിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾ ആ കഥാപാത്രത്തിന് പോലെ തന്നെ ആളുകൾ എടുത്ത് പറയുന്ന ഒന്നാണ് നരനിലെ കഥാപാത്രവും. ഓരോ വട്ടം ഈ നരൻ ടി വിയിലൊക്കെ ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം ഫേസ്ബുക്കിലൊക്കെ കുറിപ്പുകളൊക്കെ എഴുതാറുണ്ട്. കുന്നുമ്മൽ ശാന്തയും വേലായുധനും തമ്മിലുള്ള ബന്ധം, അവരുടെ പ്രണയം എന്തായിരിക്കും കുന്നുമ്മൽ ശാന്ത പറയാതെ പറഞ്ഞത്, അങ്ങനെയൊക്കെ. അതൊരു ലൈഫ് ടൈം ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ അവാർഡായിട്ടാണോ സോന നായർ എടുത്തിട്ടുള്ളത് ആ കഥാപാത്രം അതിൻ്റെ സ്വീകാര്യത? ആ കഥാപാത്രത്തിന് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ലിറ്ററലി സ്പീക്കിംഗ് ആ കഥാപാത്രത്തിന് ഒരു പൂർണ്ണത ഉണ്ടായിട്ടില്ല. എന്നാൽ ഷൂട്ടിങ്ങിന് ഉണ്ടായിട്ടുണ്ട്, റിലീസിങ്ങിന് അത് ഉണ്ടായിട്ടില്ല, എഡിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു രീതിയും ഇൻ ബിറ്റ്വീൻ ആ കഥാപാത്രം എന്താണ് പോർട്രേ ചെയ്യാൻ കാണിച്ചതും എൻഡിലും ആ കഥാപാത്രം അത്രയും സ്ട്രോങ് ആയിരുന്നു. ആ 3 സാധനങ്ങളില്ല. അതുകൊണ്ട് ഇപ്പോഴും ആളുകൾ എൻ്റെ ആ ഒരു ചെറിയൊരു പ്രകടനം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അതിനകത്തൊരു ഭയങ്കര സംഭവമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കങ്ങനെ തോന്നുന്നില്ല. ഓക്കെ, ആ ഒരു ക്യാരക്ടർ എന്താണ് നീഡ് ചെയ്തത്, ജോഷി സാർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന് എന്തായിരുന്നു ആവശ്യം, അതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണല്ലോ, ഒരു ഡയറക്ടറിന് ആവശ്യമുള്ളതല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇപ്പോഴും ആൾക്കാർ എന്നെ അപ്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ആ കഥാപാത്രത്തെ ചൊല്ലി എൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കര
ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്യുമ്പം ഞാൻ താങ്ക്സ് ഒക്കെ പറയുമെങ്കിലും എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു സങ്കടം, ഫുൾഫിൽനെസ് ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഓഫ് കോഴ്സ് ഉണ്ട്. അത് അത് എങ്ങനെ ഈ ആൾക്കാരെ അറിയിക്കും, ഞാൻ ചെയ്തു വെച്ചത് എങ്ങനെ ആൾക്കാർ കാണും എന്നുള്ളത് ഉണ്ട്. കാരണം അത്ര മനോഹരമായിട്ടുള്ള 2-3 സീൻസാണ്. അതായത് ആ കഥാപാത്രത്തിൻ്റെ ഒരു പക്ക ക്യാരക്ടറൈസേഷനാണ് പോയത്. ആ ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്ന കാര്യം പോയല്ലേ. നിങ്ങൾ കാണുന്ന കുന്നുമേൽ ശാന്തയല്ല അത് ഷൂട്ടിനുള്ളപ്പോൾ, ലൊക്കേഷനിലുള്ളപ്പോൾ നിങ്ങൾ കണ്ട കുന്നുമേൽ ശാന്തയല്ല അത്. അപ്പം അതിന് എനിക്ക് അതിനകത്ത് ഒരു നിരാശയുണ്ട്. അങ്ങനെയുള്ള സൈഡ് ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞാണ്. പക്ഷെ ഈ ഒരു പറച്ചിലുകൾ പറയുമ്പോൾ ആൾക്കാർ കമന്റ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ഇവളാര്, ഇവർ ഭയങ്കര സംഭവം, ഇവളെന്താണ്, ഇവളില്ലാന്നുണ്ടെങ്കിൽ നര അങ്ങോട്ട് മറിക്കും, മലർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ബാഡ് കമന്റ്സുകൾ വരും. പക്ഷേ എനിക്ക് തന്ന കഥാപാത്രത്തിന് അത്രയും പവർഫുൾ ആയതുകൊണ്ട് മാത്രമാണ് അത്തരം കഥാപാത്രങ്ങളിലേക്ക് ഞാൻ കൈവച്ചതും. മനസ്സിലായില്ലേ? അത് ജോഷി സാർ എന്ന് പറയുന്ന ഒരു മഹാനായ സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിന് ഒരു ഭാഗ്യമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വെരി ഫസ്റ്റ് വർക്ക് ചെയ്യുന്നതാണ് അദ്ദേഹത്തിനോടൊപ്പം. അപ്പോൾ എല്ലാവർക്കും ജോഷി സാർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ജോഷി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത്രമാത്രം നല്ല ഇടിപെട്ട് പടങ്ങളാണ് നമ്മുടെ മുമ്പിൽ തന്നിട്ടുള്ളത്. സാറ് വിളിക്കുമ്പോൾ സാറിൻ്റെ പടമാണ്. പിന്നെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. പക്ഷെ അത്തരം സന്തോഷത്തിലും അത്രയും എന്താ പറയുക, അതിലാണ് ഞാൻ ആ മൊത്തം വർക്ക് തീർത്തത്. പക്ഷേ എനിക്കതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് ആസ് എൻ ആക്ട്രസ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും അത് സങ്കടമായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. ഇപ്പം ഈ റീൽസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ സ്വയമായിട്ടും കുറേ റീൽസൊക്കെ ചെയ്യുന്നില്ലേ, അതിന് എവിടുന്നാ സമയം കിട്ടുന്നത്? ഞാൻ 24/7 വർക്ക് ചെയ്യുന്ന ഒരാളെ അല്ല. ഒരുപാട് സമയം ഉണ്ട്. അങ്ങനെ എന്താ പറയുക, നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ഡെയിലി ഷൂട്ട്, ഡെയിലി സംഭവങ്ങൾ, അങ്ങനെ ഒരാളെ അല്ല. വളരെ വിരളം വർക്കുകൾ മാത്രം ചെയ്യുന്നു, വളരെ വിരളം പബ്ലിക് അപ്പിയറൻസ് നടത്തുന്നു. എൻ്റെ ഫാമിലി എനിക്ക് കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഫാമിലിയിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പം ഫാമിലിക്ക് അകത്ത് തന്നെ ഒരുപാട് സമയം കിട്ടുന്നുണ്ട് എനിക്ക്. മീൻസ് വീടിനകത്ത് തന്നെ ആ സമയം ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യാതെ പോയ സാധനങ്ങളൊക്കെയാണ് ഈ റീൽസിൽ. നമുക്കൊക്കെ സ്വപ്നം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ അഭ്രപാളികളിൽ ഇങ്ങനെ ഒന്ന് അഭിനയിച്ചാൽ എങ്ങനെയിരിക്കും, ഈ സോങ്ങിൽ ഇങ്ങനെ ഇരിക്കും, അതൊക്കെ. അപ്പോൾ ആ സ്വപ്നം കാണുന്ന ചില പാട്ടുകളൊക്കെ നമുക്ക് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ട് ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഡയറക്ടോറിയൽ വിഷനാണത്, ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും. എന്നിട്ട് ഞാൻ തന്നെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ വിചാരിക്കും കൊള്ളാമല്ലേ, അപ്പോൾ പിന്നെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കളയാം. അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താ പറയുക, 300, 400, 500, 1000 കമൻസാണ് വരുന്നത്. നല്ല കമൻസ്, വെരി ഗുഡ് കമൻസ് ആണ് ഇൻസ്റ്റയിലും. പൊതുവെ ഫേസ്ബുക്കിൽ ഏറ്റവും മോശകരമായിട്ടുള്ള കമൻസ് വരുന്നത്. ഇൻസ്റ്റയിൽ കുറേ കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ടീമുണ്ട്. ഭയങ്കര ഫേസ്ബുക്കിലാണെങ്കിൽ ഒത്തിരി സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്ക് നിർത്തി ഇൻ ദ സെൻസ് ഞാനില്ല ഫേസ്ബുക്കിൽ. ഇൻസ്റ്റയിലൊക്കെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റ ത്രൂ ഫേസ്ബുക്കിൽ പോകുന്നുണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ മൈൻഡ് പോലും ചെയ്യാറില്ല. കാരണം ബാഡ് കമൻസ് നോക്കിയിട്ട് എനിക്കൊരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ താല്പര്യമേ ഇല്ലാത്തൊരു കക്ഷിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗമേ നോക്കാറില്ല. ഇടക്കാലങ്ങളിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ നോക്കിയിരുന്നു. കാരണം ആൾക്കാരുടെ ഒരു ഫ്രസ്ട്രേഷനാണ് ആക്ച്വലി ഈ ബാഡ് കമൻസിലൂടെ